അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഒരു വിധത്തിൽ ഞങ്ങൾ ദാണ്ട് വണ്ടി ഇറക്കിക്കൊണ്ട് വീണ്ടും ദാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ വണ്ടികൾ ഇങ്ങനെ കുടുങ്ങുന്നതായിരിക്കും. ബോയിഡ് മച്ചാൻ ദാണ്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് പറ്റി. ഈ ക്രിസ് എന്തിനാണ് ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവൻ്റെ വണ്ടിയും കുടുങ്ങിയോ? ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇതിലും ടാസ്ക് പിടിച്ച റോഡുകളായിരിക്കും, റോഡോ അല്ല, ടാസ്ക് പിടിച്ച വഴികളൊക്കെ ആയിരിക്കും ഗൈസ് വരുന്നത്. വഴിയെന്നതിനെ നമുക്ക് വിളിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഏതൊക്കെയോ മലയുടെ ഇടയ്ക്കൂടെയൊക്കെയാണ് പോകുന്നത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര എക്സ്ട്രീം ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഈ ഒരു ഓഫ് റോഡ് കഴിയുമ്പോഴത്തേനും നമ്മുടെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടുന്നതായിരിക്കും. എൽസിയും കൊണ്ട് വന്നാൽ എന്തായാലും നന്നായി കേട്ടോ. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു വിധത്തിലും കേസ് ഇതുവഴി പോകാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് വരാമെന്ന്. അപ്പോഴാണ് നമ്മുടെ സ്പോയിഡി മച്ചാൻ പറഞ്ഞ എൽസി അല്ലാത്ത വണ്ടികളും കൊണ്ട് വരല്ലേ പണി കിട്ടുമെന്ന്. ഓക്കെ, എന്തായാലും വേണ്ട, എൻ്റെ വണ്ടി ഇവിടെ നൈസായിട്ട് കുടുങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഫ്രണ്ടിലോട്ട് അങ്ങ് എടുത്തേക്കാം. ഓക്കെ, സൈഡ് വഴി എടുക്കുവാണെങ്കിൽ വണ്ടി സെറ്റായിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ ക്രിസ് പോയത്. നമുക്ക് റൈറ്റിൽ കൂടെ അങ്ങ് കയറിയാലോ? അതുവഴി പോകാണ്ട് ഇതുവഴി സിമ്പിളായിട്ട് കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ കയറാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് കയറുവാണെങ്കിൽ വണ്ടി സിമ്പിളായിട്ട് കയറുമായിരിക്കും. എൻ്റെ പൊന്നോ കേസ്, മറിഞ്ഞു കഴിഞ്ഞാൽ സീനാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പൊക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീസ്പോൺ അടിച്ച് പോകേണ്ടി വരും. റീസ്പോൺ അടിച്ച് പോയി കഴിയുവാണെങ്കിൽ ഇത്രയും ദൂരം ഞാൻ പിന്നെ എങ്ങനെ വണ്ടി ഓടിച്ച് വരും? എൻ്റെ പൊന്നോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അല്ല, എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന 2 പേരുണ്ടല്ലോ, അവരെന്തിയേ? ഓക്കെ, അതുകൊണ്ട് അവരെന്തായാലും അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു കടയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അല്ല, അവരെങ്ങനെ അവിടെ ചെന്നേന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ ഇതുവഴി പോയി കഴിയുവാണെങ്കിൽ നമുക്ക് ഓക്കെ എന്തായാലും എൻ്റെ പൊന്നോ കേസ്, വണ്ടിയാണെങ്കിൽ തലയും കുത്തി വീണില്ല എന്നും പറഞ്ഞാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു പാറയുടെ ഇവിടെ നിന്ന് വണ്ടി നൈസായിട്ട് അങ്ങ് ഇറക്കിയേക്കാം. ഓക്കെ, അവരവിടെ എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടേക്കുവാണോ? ഇവിടുന്ന് നമുക്കിനിയും ഫ്രണ്ടിലേക്ക് സ്പോയിഡി മച്ചൻ്റെ വണ്ടിയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ പോകുന്നു. എൻ്റെ പൊന്നു, അതെന്തോ പോക്കായിരുന്നു. ക്രിസിൻ്റെ വണ്ടി അവിടെ മറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും കേസ് എൻ്റെ വണ്ടി അവിടെ മറിഞ്ഞ് വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറിഞ്ഞ് വീഴുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പുറത്തെ തന്നെ ഇതുവഴി നമുക്കങ്ങ് പോയേക്കാം. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട്. അങ്ങനെ മടുപ്പോ കാര്യങ്ങളോ ഒന്നും അടിക്കുന്നില്ല. നിങ്ങൾക്ക് ഓഫ് റോഡിങ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് വരണം. വേറെ ലെവലാണ്, എനിക്കൊന്നും പറയാനില്ല കേസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു വെള്ളത്തിനകത്തോടൊക്കെയാണ് പോകുന്നത്. ഓ എൻ്റെ മോനെ, ഏതാ വൈബ്. ഓക്കെ, എന്തായാലും ഇവിടെ എൻ്റെ പൊന്നോ, ഞാൻ നമ്മുടെ മച്ചാനോട് ചോദിച്ചപ്പോൾ 3-4 സ്പോട്ടുകൾ എങ്ങാണ്ട് നമുക്ക് കാണാനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവരെ നമ്മൾ ഒരു സ്പോട്ട് പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ എന്തോരം ദൂരം പോകണം? എൻ്റെ മോനെ, വേറെ ലെവലായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ആദ്യത്തെ ആ ഒരു സ്പോട്ടിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഏതാണ്ട് ത്രൂ ഹിയർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണെന്ന് തോന്നുന്നു ആദ്യത്തെ സ്പോട്ട്. അപ്പോൾ അതെന്തായാലും കേസ് അവിടെ എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമുക്കവിടെ ചെന്ന് നോക്കിയാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് അനങ്ങുന്നില്ല കേട്ടോ. കോഴി മച്ചാൻ എന്തായാലും അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ തന്നെ കേസ് വണ്ടി നിർത്തിയേക്കാം. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന മലയൊക്കെ കയറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് സ്പോട്ട് കേസ് എന്തായാലും പോയി കാണാം. ഏതാണ്ട് മച്ചാൻ അങ്ങോട്ട് ഓടുന്നുണ്ട്. മച്ചാനാണെങ്കിൽ ഈ ഒരു റോഡ് ഇത്രയും ഡേഞ്ചറാണെന്ന് നേരത്തെ അറിയാമല്ലോ. അതുകൊണ്ട് ഫുൾ ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കേസ് ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു ഓഫ് റോഡ് പോകാമെന്നാണ്. പക്ഷേ ഇത്ര എക്സ്ട്രീം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ഒന്നും വെക്കാതാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ ലിഫ്റ്റാണ് കേട്ടോ, പഴയകാല ലിഫ്റ്റാണെന്ന് തോന്നുന്നു. പോകുന്നില്ലല്ലോ, അതെന്താണ് കേസ് ഞാൻ മാത്രം പോകാത്ത? ക്രിസ് പോയല്ലോ. ഓക്കെ കേസ്, ഞാൻ എന്താണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഇത് കൊള്ളാമല്ലോ സംഭവം. ഒരു ട്രീയുടെ മണ്ടയ്ക്ക് കഫേ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മുടെ വണ്ടികൾ കിടക്കുന്ന കാണാനായിട്ട് പറ്റും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു നല്ല എസ്തെറ്റിക് ഫീല് കിട്ടുന്നുണ്ട്. എന്തായാലും മച്ചാൻ്റെ കോൺസെപ്റ്റ് കേസ് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വേണ്ട ഇപ്പുറത്തൊരു അടിപൊളി കൂൾ ബാറോ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓഫ് റോഡിങ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂളായിട്ടൊക്കെ കുടിക്കാവുന്നതാണ്. അതിനായിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തത്. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറാനായിട്ട് പറ്റുമോ ഗൈസ്? ഒന്ന് ചെന്ന് നോക്കാം. അയ്യോ പണിവാളി, എൻ്റെ പൊന്നോ കേസ്, നമുക്ക് മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ നേരെ തണ്ട് താഴെ വന്നേക്കുവാണ്. ഒന്നുകൂടെ നമുക്ക് മേളിലേക്ക് കയറിയേക്കാം. ഞാനും ക്രിസും താഴെ വീഴും. അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്പോയിഡ് മച്ചാൻ അവിടെ നിപ്പുണ്ട്. അവിടുന്ന് ചാടാനായിട്ടുള്ള പരിപാടിയാണോ? ചാടി. അത് ശരി. അപ്പോൾ മേളിൽ കയറി വന്നാൽ നമ്മൾ മണ്ടന്മാരായി. ബെസ്റ്റ്.
എന്തായാലും ഫസ്റ്റ് സ്പോട്ടിൽ ഗൈസ് ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ്. അതിനി എന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. ഇനി രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോകാനായിട്ട് ഗൈസ് ഇപ്പം കണ്ടതിനെക്കാട്ടിലും ടാസ്ക് പിടിച്ച വഴികളായിരിക്കും. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലോ, ഇനി മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അവർ വേണ്ട ആ ഒരു മലയൊക്കെ സിമ്പിളായിട്ടാണ് കേട്ടോ കയറി പോകുന്നത്. പക്ഷെ കണ്ടിട്ട് ഗൈസ് എനിക്ക് അത്ര സിമ്പിളായിട്ട് തോന്നുന്നില്ല. എന്തായാലും വലിയ കുഴപ്പമില്ല കേട്ടോ, കയറി പോകുന്നുണ്ട്. കയ്യിൽ ഏതാണ് ഇരിക്കുന്നത്? എൽ സി അല്ലേ? എൽ സി ഒക്കെ എത്ര വലിയ മല വന്നാലും സിമ്പിളായിട്ട് കയറി പൊക്കോളും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പണി കിട്ടുമെന്നേ ഉള്ളൂ, അത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഫ്രണ്ടിൽ തന്നെ ഒരു റിവറൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു പാലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതെന്തായാലും നന്നായി. അല്ലായിരുന്നെങ്കിൽ ആ റിവറിനകത്തൂടെ പോകേണ്ട വന്നേനെ. അതായത് ക്രിസ് അവിടെ തലയും കുത്തി വീണു. അതെങ്ങനെ വീണത്? ഇവിടെ നല്ല അടിപൊളി ഒരു പാലം കൊടുത്തിട്ട് അവന് നേരെ പോകാനായിട്ട് പറ്റത്തില്ല. മുമ്പേ ആ മലയൊക്കെ അവൻ എന്ത് സിമ്പിളായിട്ടാണ് വന്നത്. അവൻ്റെ പൊടി പോലും ഇല്ലല്ലോ, ഒഴുക്കിപ്പെട്ട് പോയി. ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് സേഫ് ആക്കിയിട്ട് അവനെ ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ വണ്ടി അങ്ങനെ നൈസായിട്ട് പാർക്ക് ചെയ്തേക്കാം. ക്രിസിനെ കാണുന്നില്ലല്ലോ, ഒഴുക്കിപ്പെട്ടു പോയോ? ഞാനും അത് തന്നെയാണ് നോക്കുന്നേ. മുമ്പേ അതിന്റെ തോട് വീഴുന്നുണ്ട്, പിന്നെ പൊടി പോലും ഇല്ല. അവൻ തോറ്റിട്ടില്ല കേട്ടോ, ചെറുക്കൻ വേറെ ലെവൽ. ആ ഒരു റിവറിനകത്ത് മൊത്തം കുഴിഞ്ഞു പോയിട്ട് അവൻ തിരിച്ചു കയറി വന്നു. എന്റെ ബ്രോ, ഇതാണ് സെക്കൻഡ് സ്പോട്ട്. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ കോഫി ഷോപ്പ്. അതെന്തായാലും കൊള്ളാം കേട്ടോ. ഇങ്ങനെ മുക്കിന് ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ബോർ അടിക്കാണ്ട് ഇങ്ങനെ പോവാം. ഇതിൻ്റെ അകത്ത് എന്തോ തീയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തോ കുക്ക് ചെയ്യുവാണ് കേട്ടോ. ബർഗേഴ്സ് ഉണ്ടാക്കുവാണെന്ന് തോന്നുന്നു. ചേച്ചി ഹലോ, എന്തെങ്കിലുമൊക്കെ തരാമോ? എന്താണ് വേണ്ടത്? ഇവിടെ ചായ ഉണ്ട്, പിസ്സ ഉണ്ട്, ബർഗർ ഉണ്ട്, കോഫി ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, വിത്തിൻ സെക്കൻഡ് ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ എനിക്കൊന്നും വേണ്ട, ഞാനൊരു ഫ്ലോയ്ക്ക് അങ്ങ് ചോദിച്ചു പോയതാണേ. എന്തുവാടാ നീ ഇങ്ങനെ ഇവിടെ വരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത്? നീ ഒന്ന് പോയ, ഞാനിങ്ങനെ ഓഫ് റോഡ് മൂടി നിൽക്കുമ്പോഴാണോ കഴിക്കാൻ പോകുന്നത്? ഓഫ് റോഡ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ബർഗർ ഇപ്പം തീർന്നു പോകത്തില്ലേ? വേണ്ട, നീ പോയി വണ്ടി എടുത്ത് നമുക്ക് ലാസ്റ്റ് കഴിക്കാം. നമ്മുടെ വണ്ടിയാണെങ്കിൽ താന്ന് രണ്ട് റിവറിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു വഴിയാണ് പോകേണ്ടത്. നേരെ അങ്ങ് പോയേക്കാം. അല്ല, എനിക്ക് വഴി അറിയത്തില്ലല്ലോ, അപ്പം ഞാൻ ആദ്യം പോയിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് സ്പോയിഡി മച്ചാനെ ആദ്യം അങ്ങ് വിട്ടേക്കാം. അപ്പം ഞാൻ എന്തെങ്കിലും റിവേഴ്സ് എടുക്കട്ടെ. ഇടിച്ച് മച്ചാനെ ഫ്രണ്ടിലേക്ക് പൊക്കോ. മച്ചാൻ എന്തായാലും എന്താണ്ട് പറന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അടുത്തായിട്ട് നമുക്കങ്ങ് കയറി പോയേക്കാവേ. എൻജിൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, നമുക്ക് അത്ര വൈബ് കിട്ടത്തില്ല, പെട്ടെന്ന് കയറിപ്പോവും. ഇതാവുമ്പം ഗൈസ് എൻ്റെ വണ്ടി സ്റ്റോക്കാണ്. അപ്പം നമ്മൾ പെതിയെ കയറി പോകുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇതിൻ്റെ ആ ഒരു എൻജിൻ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകണം, വൈബാണ്. പക്ഷേ സ്റ്റോക്ക് ആയതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പണി കിട്ടുമായിരിക്കാം. അതൊക്കെ നിങ്ങൾ ആ ഒരു ഐഡിയയിൽ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഐഡിയ ഇവിടെ ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. നൈസായിട്ട് വണ്ടി ഒന്ന് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറ്റിയെടുക്കും. ഞാൻ റീസ്പോൺ അടിച്ചൊന്നും പോകത്തില്ല. നമുക്ക് മാക്സിമം ഒന്ന് കാല് കൊടുത്ത് നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റിയറിങ് തിരിച്ചേ ഒന്ന് മാക്സിമം ചെയ്ത് നോക്കാം. അതേണ്ട് പുകയൊക്കെ വരുന്നു, എൻ്റെ പൊന്നോ. അപ്പോൾ ഇനി ഒന്ന് റിവേഴ്സ് ഇട്ട് നോക്കിയാലോ? ഇനി റിവേഴ്സ് ഇട്ടിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചൊന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് വഴി അങ്ങ് കയറി പോകാവേ. ഫ്രണ്ടിൽ ഒരു മരം വന്നേക്കുന്നു, അതാണ് ഒരു പ്രശ്നം. എൻ്റെ പൊന്നോ ഗേസ്, ഒരു വിധത്തിൽ വണ്ടി തണ്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ആക്സിലേറ്റർ കൊടുത്ത് വണ്ടിയുടെ ടയർ മൊത്തം കത്തി തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനവിടെ കുടുങ്ങി കിടന്നപ്പോൾ അവരെനിക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡെഡ് എൻഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത് എങ്ങോട്ടാണ് കേസ് ഈ ഒരു സ്പോയിഡി മച്ചാൻ കൊണ്ടുപോകുന്നത്? ഓഫ് റോഡ് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് എന്നെ ഇപ്പം കൊല്ലാൻ കൊണ്ടുപോകണോ? നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിലേക്കുള്ള യാത്രയാണ് കേസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ടും നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് ഇവിടെ എത്തിയിട്ടില്ല. ഈ ഒരു സൈഡിൽ കാണുന്ന വല്ലമാണോ ആ ഒരു മൂന്നാമത്തെ സ്പോട്ട്? മൂന്നാമത്തെ സ്പോട്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചേനെ. ഇവിടെ പക്ഷെ ഒന്നും എഴുതി വെച്ചേക്കുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു റിവറിൻ്റെ അടിയിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. എന്തായാലും കുഴപ്പമില്ലാണ്ട് കണ്ട് വണ്ടി കയറിയിട്ടുണ്ട്. ഇവിടുന്ന് സ്പോയിഡി മച്ചാൻ റൈറ്റിലേക്കാണ് കയറി പോയിരിക്കുന്നത്. അങ്ങോട്ടേതാ വഴി? അവിടെ എന്തോ ഒരു എൻട്രൻസ് പോലെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ എന്തൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ജുറാസിക് കാണുന്നില്ലല്ലോ. ജുറാസിക് ക്രാഷ് സൈറ്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതെന്താണ് സംഭവം? അല്ല, മുമ്പേ ഡെഡ് എൻഡ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ കൂടെ നമ്മളൊന്ന് വായിച്ച് നോക്കുമ്പം എന്തോ വശപശകില്ലേ? ഇതൊക്കെ ശരിക്കുള്ള വഴികൾ തന്നെയാണോ? എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഇതുവഴിയൊക്കെയോ ഞങ്ങളെ കൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഈ വഴിയൊന്നും അറിയാത്തതുകൊണ്ട് മച്ചാനെ വിശ്വസിച്ച് ഞങ്ങൾ ഇങ്ങനെ പുറകെ പോകുന്നു. ഗൈസ്, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് സ്പോയിഡി മച്ചാന് ഭ്രാന്തായെന്ന് തോന്നുന്നു. ഇതൊന്നും വഴികളല്ല. ഇതൊക്കെ എങ്ങനെ ഇതുവഴി വണ്ടി ഓടിക്കാനാണ്? ഞാൻ എന്തായാലും ഗൈസ് മച്ചാനെ വിശ്വസിച്ച് പുറകെ അങ്ങ് പോകുകയാണ്. നമുക്ക് നോക്കാം ഇത് എവിടെ ചെല്ലുമെന്ന്. എന്തായാലും ഇറങ്ങി തിരിച്ചു. ദേ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇതെന്താണ് റിവറിനകത്തൂടെ ഒക്കെ പോകുന്നത്? ചേടാ, അല്ല ഇത് ഏതാ വഴി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രണ്ട് ഇവിടെ നിർത്തിയേക്കുന്നു. ഇതെന്താ സംഭവം? ഇവിടെ നിർത്തിയിട്ട് ഇതെണ്ട ഇറങ്ങുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങണോ?
എന്തായാലും നമുക്കും കൂടെ ഇറങ്ങിയേക്കാം. മവനെ ഇത് എന്തോന്ന് സംഭവം? ഈ ഫോയിഡ് മച്ചാൻ നമ്മളെ കൊല്ലാൻ കൊണ്ടുവന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുവാ ക്രിസേ, നമ്മുടെ മച്ചാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? ഇവിടെ എന്തോ ഒരു അടിപൊളി സംഭവം ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. ഈ വെള്ളത്തിനകത്താണ് അടിപൊളി സംഭവം. എന്റെ കാറ് തന്നെ മൊത്തം അതിന്റെ അകത്ത് മുങ്ങി. നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ധൈര്യശാലികളാണെന്നും വെച്ചാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. എനിക്ക് ധൈര്യമില്ലെന്നോ? എന്നെ പറ്റി എന്താണ് ബ്രോ വിചാരിച്ചത്? ഗൈസ്, ഇവിടെ ഒരു പ്ലെയിൻ ക്രാഷ് ആയി കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കൊള്ളാലോ. അപ്പൊ ഇതാണ് 3ാമത്തെ സ്പോട്ടിൽ വരുന്നത്. ഇനി 4ാമത്തെ സ്പോട്ടിൽ എന്താണെന്ന് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.